ഒരു പ്രൊഡക്റ്റ് മോശമാണെന്ന് പറഞ്ഞ് നമ്മൾ ഒരു കച്ചവടം ചെയ്യാൻ പോകണ്ട. മറ്റൊരു പ്രൊഡക്റ്റ് മോശമാണെന്ന് പറയുന്നതല്ല നമ്മുടെ പണി. നമ്മുടെ പ്രൊഡക്റ്റിന്റെ നന്മ പറയുന്നത് മാത്രമാണ് നമ്മുടെ പണി. അതിന് കമ്പനി ആയാലും ബിസിനസ് ആയാലും അങ്ങനെ പറയാവുള്ളൂ. മറ്റുള്ളവന്റെ കുഴപ്പം പറഞ്ഞ് കച്ചവടം പിടിക്കാൻ നോക്കണ്ട. അവനവന്റെ ഗുണം പറഞ്ഞ് പിടിച്ചാൽ മതി. നമുക്ക് ഗുണമുണ്ടല്ലോ, പിന്നെ എന്തിനാ മറ്റുള്ളവരുടെ ദോഷം പറയുന്നേ? അത് പറയണ്ട. പകരം നമ്മളുടെ ഗുണം പറഞ്ഞ് നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന വലിയൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. മൈ ലൈഫ് സ്റ്റൈൽ കമ്പനി വിൽക്കുന്ന ഏതാണ്ട് 150 വരുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരായി നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അയൽക്കാരായിട്ടുള്ള വലിയ വിഭാഗത്തെ മാറ്റുക എന്നുള്ളതാണ്. അതുവഴി പ്രോഫിറ്റും ടേൺ ഓവറും കമ്പനിക്കും നമുക്കും കൂട്ടുക എന്നുള്ളതാണ് കമ്പനി നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡയറക്ട് സെല്ലിങ്ങിന്റെ വികസിത രാജ്യങ്ങളിലെ മറ്റൊരു പേര് കമ്മ്യൂണിറ്റി കൊമേഴ്സ് എന്നാണ്. അതായത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി, ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക. അതിന് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. ഇത് ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഒരു കമ്മ്യൂണിറ്റിയാണ്. ഞാൻ ഉദാഹരണം എളുപ്പത്തിൽ പറയാം. നമ്മൾ പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒരു ഉൽപ്പന്നമാണ് നീലം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇപ്പം നമുക്ക് ആകെ അറിയാവുന്ന ഉജാലയാണ്. സത്യത്തിൽ നീലം ഉപയോഗിച്ചുകൊണ്ടിരുന്ന കസ്റ്റമേഴ്സ് എല്ലാം ഉജാല ഉപയോഗിക്കുന്ന ആൾക്കാരായി മാറി. ഉജാല ഉപയോഗിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായി. ഇപ്പൊ ഉജാലയ്ക്ക് വലിയ പരസ്യം ഇല്ലെങ്കിലും ഉജാല വാങ്ങുന്ന എത്രയോ വീടുകളുണ്ട്. അപ്പോൾ ഉജാല ഉപയോഗിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയി കഴിഞ്ഞു. ഇതുപോലെ തന്നെ ഒരു അണുനാശിനി എന്ന് ആരും ഷോപ്പിൽ പോയി പറയാറില്ല. മെഡിക്കൽ സ്റ്റോറിൽ ഒരു ഡെറ്റോൾ ആണെന്ന് പറയാറുണ്ട്. അപ്പൊ ഡെറ്റോളിനെ കൂടെ ഇഷ്ടംപോലെ അണുനാശിനി ഉണ്ട്. പക്ഷെ നമ്മൾ ഡെറ്റോൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ മാറി. ഇനി സമ്പന്നരായ ആൾക്കാരെ നോക്കിയാൽ ജർമ്മൻ